അപ്പോൾ ദൈവം തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിൽ നിങ്ങളുടെ കൈയിരിപ്പ് ശരിയാണെന്ന് നോക്കണം. ദൈവം എന്താ ഇത്രയും നാളെ ഇപ്പോൾ ഉടമ്പടി എടുത്തു, നിങ്ങളെന്താ തിരിഞ്ഞു നോക്കാത്ത ദൈവം? അപ്പം നിങ്ങളെ തിരിഞ്ഞു നോക്കണം. അതാണൊരു മാർഗം. ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുത്തു, എന്നിട്ട് ദൈവം നിങ്ങളെ തിരിഞ്ഞു നോക്കണില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? നിങ്ങളെ തിരിഞ്ഞു നോക്കണം. എൻ്റെ കൈ വല്ല വഴിപ്പശു കൊണ്ടാ, ആടെയും ജീവിതം ഞാൻ കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ടാ, ഇപ്പോഴും ഞാൻ വാങ്ങിച്ച് കൊടുക്കാതെ വെച്ചിട്ടുണ്ടാ, ഉണ്ടായിട്ടും കൊടുക്കാതെ വെച്ചിട്ടുണ്ടാ, അതെടുത്തിട്ട് വേറെ ആൾക്കാർ കൊടുത്തിട്ടുണ്ട്, എന്തെങ്കിലും സൂത്രപ്പണി തരികിടപ്പരോട് കാണിച്ചിട്ടുണ്ടാ. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ദൈവത്തിൽ നിരക്കാത്തത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അനുതാപം ഉണ്ടാകണം. അനുതാപം ഉണ്ടായിട്ട് അങ്ങനെയുള്ള കയ്യാങ്കളികളെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് മാപ്പ് ചോദിക്കണം, കർത്താവിനോട് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, എൻ്റെ ഉടമ്പടി സ്വീകാര്യമാകാൻ വേണ്ടി എൻ്റെ ഹൃദയത്തെ നീ തകർക്കണമേ. തകർന്ന ഹൃദയത്തിന്റെ കാഴ്ചകളാണ് നീ സ്വീകരിക്കണമെന്ന് സുവിശേഷത്തിന്റെ വെളിപ്പാടിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനുതാപത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുദപിക്കാൻ കൃപയേകണമേ, അനുതാപം കൃപയേകണമേ, അനുതാപം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് വിശ്വാസത്തിൽ നമ്മളെ ശക്തിപ്പെടുത്തി നിർത്തണത്. കാര്യം വിശ്വാസം എല്ലാവർക്കും വിശ്വാസം തളർന്നു പോകുന്നതിൻ്റെ കാരണം പ്രാർത്ഥന മാത്രം വിശ്വാസം ഉയർത്താൻ വേണ്ടി ഉപയോഗിച്ചിട്ടാണ്. ചില കാര്യം വിശ്വാസത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അത് ഈ ആഴ്ചയിലൊരു 50 പോയിൻ്റ് നിൽക്കണമെങ്കിൽ അടുത്ത ആഴ്ച 40 പോയിൻ്റൊക്കെ താഴുവത്. മനസ്സിലായോ? വിശ്വാസത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഈ വിശ്വാസത്തിന് സ്റ്റാറ്റിക്കായിട്ട് നിർത്താനും കയറ്റി വീഴാനുള്ള ഒരു മാർഗമെന്ന് പറയണത് ഇപ്പം നമുക്കറിയാമില്ലേ, വിശ്വാസത്തിൻ്റെ പെട്ടെന്നാണ് നല്ല തികഞ്ഞ വിശ്വാസമാണെങ്കിൽ പെട്രോൾ പോലെ കത്തണം. എന്താ കാര്യം? അത് പക്ഷേ അത് കുഴപ്പമെന്ന് വെച്ചാൽ വിശ്വാസം താഴാതിരിക്കാനുള്ള 3 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് അതായത് 3 കാര്യം. ഒന്ന് നമ്മൾ ഉടമ്പടി പറയുന്ന ഇതാണ്, അത് സൽപ്രവൃത്തികളാണ്. കാര്യം സൽപ്രവൃത്തിയുടെ പ്രശ്നം എന്തറിയാമോ? സൽപ്രവൃത്തി ചെയ്താൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കും. അതാണ് വിശ്വാസം താഴാതിരിക്കാനുള്ള മെയിൻ സംഭവം. ഒന്ന് സൽപ്രവൃത്തിയാണ്. എന്താ കാര്യം എന്നറിയാമോ? സൽപ്രവൃത്തി നമ്മൾ ചെയ്യണം. ഇപ്പോൾ എന്തുമാത്രം സൽപ്രവൃത്തി നമ്മൾ ചെയ്യുന്നുണ്ട്. ചെയ്തു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കും. ദൈവം നമ്മുടെ കൂടെ നിന്ന് ആ വിശ്വാസം താഴുക ഇല്ല. ഇപ്പം നമ്മൾ തോബിത്ത് 12:12 എടുത്തേ. തോബിത്ത് 12:12 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ആരാധന, ആരാധന. തോബിത്ത് 12:12 നീയും നിന്റെ മരുമകൾ സാറായും പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന പരിശുദ്ധനായവനെ ഞാൻ അനുസ്മരിപ്പിച്ചു. നീ മൃതരെ സംസ്കരിച്ചപ്പോൾ ഞാൻ നിന്നോടൊത്തുണ്ടായിരുന്നു. അതാണ് സംഭവം. 12:13 തോബിത്ത് 12:13 എന്താ സംഭവം? അത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താണ്? വിശ്വാസം പ്രാർത്ഥനയിൽ മാത്രം അവലംബിച്ചു കഴിഞ്ഞാൽ വിശ്വാസം താഴാൻ സാധ്യതയുണ്ട്. ഓരോ ദിവസം ഗ്രാഫ് പൊങ്ങി താന്നും കിടക്കും. പക്ഷേ നമ്മൾ വിശ്വാസത്തെ പ്രാർത്ഥനയുടെ ഫോർമാറ്റിൽ നിന്ന് മാറ്റിയിട്ട് പ്രവൃത്തിയുടെ ഫോർമാറ്റിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണം എന്താ? തോബിത്ത് 12:13 ഒന്നിന് വായിച്ച്, നീ മരിച്ചവരെ സംസ്കരിച്ചപ്പോൾ പറഞ്ഞേ, നീ മരിച്ചവരെ സംസ്കരിച്ചപ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്നെന്ന്. അതായത് ഈ മനുഷ്യരെ മരിച്ചവരെ സംസ്കരിക്കാൻ പോയത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടാണ്. പെന്തക്കോസ്താ ദിവസം നല്ല വിഭവസമൃദ്ധമായ ഊണിൻ്റെ സമയത്താണ്. ഊണ് കഴിക്കാൻ പോകുമ്പോൾ മകനോട് പറഞ്ഞ്, നമ്മുടെ ആരുടെയെങ്കിലും പാവപ്പെട്ടവരുണ്ടെങ്കിൽ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. മാവൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ
മരിച്ച ആൾക്കാരെ കുറിച്ചാണ് അവൻ പറയണത്. മരിച്ചുപോയ ആൾക്കാരുടെ ജഡം കിടക്കണമെന്നാണ് പറഞ്ഞ്, പട്ടണത്തിൽ കിടപ്പുണ്ടെന്നാണ് പറഞ്ഞത്. ഉടനെ ഈ മനുഷ്യൻ ആ ഭക്ഷണം കഴിച്ചില്ല. ആ ഭക്ഷണം കഴിക്കാതെ, തൻ്റെ ഉച്ചഭക്ഷണം കഴിക്കാതെ നേരെ ഓടിപ്പോയി ആ ശവത്തെ സംസ്കരിച്ചതിനെക്കുറിച്ചാണ് ദൈവം പറയണത്. നീ ഉച്ചഭക്ഷണം പോലും കഴിക്കാതെ നീ ത്യാഗം അനുഭവിച്ചുകൊണ്ട് നീ ആ ശവം മറവ് ചെയ്യാനുള്ള കാരുണ്യപ്രവൃത്തി ചെയ്തപ്പോൾ ഐ വാസ് വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്ന്. അതുകൊണ്ട് എൻ്റെ ദൈവവേദനെ എപ്പോഴെങ്കിലും പ്രാർത്ഥന കൊണ്ട് വിശ്വാസത്തെ നിലനിർത്താൻ നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ പറ്റത്തില്ല. പിന്നെ ഉള്ളത് നമ്മുടെ മുമ്പിലുള്ള സാക്ഷ്യം സൽപ്രവൃത്തികളാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടി പ്രകാരമുള്ള സൽപ്രവൃത്തികള് ദൈവസ്നേഹത്തോടെ ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യത്തില് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ശ്രുതികടേ ആരാധന ശ്രദ്ധിക്കട്ടെ. ഈ ഓമന ധർമ്മരാജൻ അങ്ങനെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ഓമന ധർമ്മരാജൻ, അതും തൃശ്ശൂരാണെന്ന് തോന്നണം. അവരുടെ സാക്ഷ്യം നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. എനിക്ക് ഭയങ്കര ഹൃദ്യമാണ്. ഇവർ രണ്ടുപേരും പ്രാർത്ഥനയുള്ളവരാണ്. ഓമനയും ധർമ്മജനും പ്രാർത്ഥനയുള്ളവരാണ്. ഈശ്വരനും അമ്മയോടും അടുപ്പമുള്ളവരാണ്. അപ്പോൾ ഒരു ദിവസം ഒരു അബദ്ധം പറ്റി. ഒരു കൂട്ടുകമ്പനിക്ക് പോയി. ധർമ്മജൻ ഒരു കൂട്ടുകമ്പനിക്ക് പോയി വെച്ചാൽ ഈ ആൾക്കാർ കുപ്പിയൊക്കെ വെച്ചുകൊണ്ട് കൂടത്തില്ലേ. വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ കുപ്പിക്കൂട്ടം കാണിക്കില്ല. കുപ്പിക്കൂട്ടത്തിന് പോയി. അവൻ കുടിച്ചില്ല, പക്ഷേ കൂട്ടുകാരനൊരു കുപ്പി കൊടുത്തു വിട്ട്. ആ കൊടുത്തു വിട്ടത് ഈ ഓമനെ പറ്റിച്ച് ഈ മനുഷ്യൻ ഈ ഉടുപ്പിൻ്റെ അകത്ത് വെച്ച്, മുണ്ടിൻ്റെ അകത്ത് വെച്ച് നേരെ തൊഴുത്തിലങ്ങോട്ട് കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ച്, ആ ബ്രാൻഡി ഒളിപ്പിച്ച് വെച്ച്. പക്ഷേ ഇതോടുകൂടി ആ വീട്ടിൽ അലയുമ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ഓമനത് കണ്ടില്ല. പക്ഷേ ഇവൾക്ക് പെട്ടെന്ന് ഒരു ബോധക്കേടുണ്ടായി, ശ്വാസം മുട്ടലൊക്കെ ഉണ്ടായി. ഇവൾ നിലവിളിച്ച് നിലത്ത് വീണിട്ട് ഉടനെ ഇവൾ പറയും, മകളോട് പറയും, ഒരു പേന എടുക്ക്, ഒരു പേപ്പർ എടുക്കുക, വെളിവില്ലാതൊക്കെ പറയും, ഒരു പേന എടുക്ക്, ഒരു പേപ്പർ എടുക്കുക എന്നൊക്കെ പറയും. അപ്പോൾ അമ്മ നിലത്ത് കിടക്കുകയാണ്. ഉടനെ മകള് ആ അമ്മ ചോദിച്ചതിന് വേണ്ടി മരുന്നെടുക്കാൻ ചോദിക്കണ പോലുള്ള ഒരവസ്ഥയാണ്. അത് കാരണം മകൾ കൊണ്ട് പേനയും പേപ്പറും കൊടുക്കും. എന്നിട്ട് നെഞ്ചത്ത് വെച്ച് ഇവളെന്തൊക്കെ കുത്തിക്കുറിക്കും. അവളുടെ ബോധം പോയി, റിലേ പോയിരിക്കുന്ന ആൾ കരഞ്ഞ് അവിടെ നിലത്ത് വീണ് ഉരുണ്ട് പല്ലാത്ത അവസ്ഥയെ. എന്നിട്ടിങ്ങനെ കുത്തിക്കുറിക്കും. ഉടനെ ഇവളുടെ ഭർത്താവ് ഇത് മേടിക്കുമ്പോൾ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. അപ്പോൾ ഇത് വായിച്ചോട് ഈ മനുഷ്യൻ കിടന്ന് കാറ് നിലവിളിക്കും, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. അതോടുകൂടി ആ മനുഷ്യൻ ഇപ്പം മാപ്പ് പറയും. എടി, ഇതാണ് വിഷയം. അതായത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം, നമ്മൾ ദൈവത്തിൻ്റെ കൂടെയാണ്, ഡിവൈൻ സോണിലാണെങ്കിലേ ദൈവം ആ കുടുംബത്തെ ദൈവം സംരക്ഷിക്കും. എല്ലാ കുടുംബം നശിക്കാൻ പോകുകയായിരുന്നു. പാത്ത് കൊണ്ടുവന്ന് മദ്യം വെച്ച് കുടിച്ച്, രഹസ്യത്തിൽ കുടിച്ച് പിന്നെ ആ സ്വഭാവം മാറി, പ്രാർത്ഥനാ ജീവിതം മാറി, ആ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ട് തകരാൻ പോകുകയായിരുന്നു. അപ്പോഴുടനെ ആത്മാവിൽ പ്രവേശിച്ചിട്ട് ഇവൾക്കറിയത്തില്ല ഇവൾ എന്താണ് ഈ നെഞ്ചത്ത് വെച്ച് എഴുതിക്കൊണ്ടിരിക്കണമെന്ന്. പക്ഷെ വായിക്കുന്നവർക്കറിയാം എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴയാണ്. അതായത് പ്രാർത്ഥന എന്തുമാത്രം സംരക്ഷണമാണെന്ന് നമ്മൾ അറിയണം. പിന്നീട് ഓമനയുടെ ബാക്കി സാക്ഷ്യം, അതോടെ കുടുംബം രക്ഷപ്പെടുകയാണ്. അതല്ല, ഓമനയുടെ ബാക്കി സാക്ഷ്യം കേൾക്കണം. ഓമൻ അവസാനം പറയുന്നൊരു കാര്യമാണ് എന്നെ സ്പർശിച്ചത്. കാര്യം, ഞാൻ എവിടെ പോയാലും ഒരു പൊതി ചോറെടുത്ത് എൻ്റെ ബാഗിൽ വെച്ചുകൊണ്ടാ പോകണമെന്ന്. ഞാൻ എവിടെ പോയാലും എന്തിനാണെന്നറിയാമോ? ആരെങ്കിലും രോഗികളെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ, ഇല്ലാത്തവരെ കണ്ടാൽ കൊടുക്കാൻ വേണ്ടിയാണ്. അതാണ് സൽപ്രവൃത്തി എന്ന് പറയണത്. ദൈവം നമ്മളെ വിട്ടു മാറത്തില്ല.
നിന്റെ ഭർത്താവോ നീയോ നിന്റെ കുടുംബമോ നിന്റെ മക്കളോ നശിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. കൈയിടിച്ച് കിടത്താൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഉടമ്പടി എടുത്തിട്ടുള്ള ഞങ്ങളെല്ലാവരും സൽപ്രവൃത്തികളില് കാരുണ്യം